പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 9-ാമത്തെ തിരുവചനമാണ്. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് മറുപടി തരും. പ്രിയപ്പെട്ടവരെ, ഈ 50 നോമ്പിന്റെ ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കെതിരെ വരുന്ന എല്ലാ പൈശാചിക ശക്തികളെയും ചേർത്ത് തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഒരായുധമാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ ദൈവത്തോട് സഹായം അപേക്ഷിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയ്ക്കൊരിക്കലും പിശാചിനെ നേരിടാൻ പറ്റത്തില്ല, പിശാചിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തോട് ചേരുകയാണ് നമ്മൾ, സ്വർഗം നമ്മളിലേക്ക് ചേരുകയാണ്. പരിശുദ്ധ അമ്മയോടും വിശുദ്ധ മിഖായേൽ മാലാഖയോടും മാലാഖ ഗണങ്ങളോടും രക്തസാക്ഷികളോടും വിശുദ്ധരോടും ഒക്കെ ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാത്താന്റെ സകല കെണികളെയും നമ്മൾ പൊളിച്ചെടുക്കുകയാണ്. ഞാൻ ഒരിക്കല് ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരത്തില് പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം തന്നു. അതിപ്രകാരമായിരുന്നു: ആ സഹോദരൻ രോഗിയായിരിക്കുകയാണ്. രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് അദ്ദേഹം ഒരു പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്ന സഹായം ഇതാണ്: ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായിട്ടുണ്ടായിരിക്കുന്ന ആ മാനസികമായ അകലച്ചിലൂടെയാണ്, ബന്ധം അകന്നു പോയതിന്റെ ഫലമായിട്ടാണ് ഇദ്ദേഹം വലിയ മാനസിക സംഘർഷം അനുഭവിക്കുന്നതെന്നും അതിന്റെ പരിണതഫലമായിട്ടാണ് ഇപ്പൊ രോഗാവസ്ഥയിലേക്ക് നീങ്ങുന്നതെന്നും. അപ്പൊ ഈ സന്ദേശം അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഞാൻ ഒത്തിരി സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം എൻ്റെ മാതാപിതാക്കള് സ്വത്ത് ഭാഗം വെച്ചപ്പോൾ ആ സ്വത്ത്, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന സ്വത്ത്, ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുക പോലും ചെയ്തിരുന്ന സ്വത്ത് സഹോദരങ്ങൾക്ക് എല്ലാവർക്കുമായി വീതിച്ചു കൊടുത്തു. ഞങ്ങൾക്കായിട്ട് സ്വത്തൊന്നും അപ്പനും അമ്മയും കരുതി വെച്ചില്ല. ഞങ്ങൾക്ക് അപ്പന്റെ അമ്മയുടെ വീതത്തിലുള്ള സ്വത്തൊന്നും ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അതെന്റെ മനസ്സിനെ തകർത്തു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സില് സങ്കടങ്ങള്, നിരാശ, വെറുപ്പ്, വിദ്വേഷം, സഹോദരങ്ങളിൽ നിന്നുള്ള അകലിച്ച, ഇതെല്ലാം സംഭവിക്കുന്ന വഴിയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റാതെ വരും. ആകയാൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ കൂടുതൽ പ്രാർത്ഥനാനിരതരായിരുന്നുകൊണ്ട് സഹോദര ബന്ധത്തിൽ ആഴപ്പെടാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.